ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു റവ ഇഡലിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. വറുത്ത റവയാണ്. അത് 2 കപ്പ് കറക്റ്റായിട്ട് അളന്നെടുത്തു. അതിനുശേഷം അതിനകത്തിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. നല്ല പുളിയുള്ള തൈരാണ്. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിനകത്തിലേക്ക് ചൂടുവെള്ളം, നല്ല ചൂടായ വെള്ളം 2 കപ്പ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. റവ നല്ലവണ്ണം വെള്ളം കുടിക്കും. അതുകൊണ്ട് നല്ലപോലെ മുങ്ങിക്കിടക്കാത്തവണ്ണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് എളുപ്പം കുതിർന്ന് കിട്ടും. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുത്തു. ഉപ്പും തൈരും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഏകദേശം 1/4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതൊന്ന് ഫെർമെൻ്റായി റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വറുത്തിടാനുള്ളത് റെഡിയാക്കാം. 1 പച്ചമുളക് എടുത്തിട്ട് നല്ല കുനൂരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സവാള, അതും തീരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും കൂടെ തീരെ പൊടിയായിട്ട് അതും അരിഞ്ഞെടുത്തു. പിന്നെ 1 പീസ് ക്യാരറ്റാണ്, അതും തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞു. ഇനിയും ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് എള്ളെണ്ണ. അതാണ് കൂടുതൽ ടേസ്റ്റും ശരീരത്തിന് നല്ലതും. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുക്കുന്ന ഉഴുന്നുപരിപ്പ് നല്ലവണ്ണം ഒന്ന് ചുമക്കണം. നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം. ഒരുപാട് അങ്ങ് മൂക്കുകയൊന്നും വേണ്ട, പക്ഷേ എന്നാലും നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഇഞ്ചിയും സവാളയും ക്യാരറ്റും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം. ഇത് എളുപ്പം ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് മുക്കാനും വഴന്ന് വരാനും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് സ്വാദിനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഉള്ളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഉള്ളി. അപ്പം ഇതിനകത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഒന്ന് മൂക്കണം, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങാം. പൊടി മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അന്നേരം തന്നെ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവിനകത്തിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ പോർഷനിലും നല്ലവണ്ണം ഈ വെജിറ്റബിൾസും ഉപ്പും എല്ലാം കായപ്പൊടിയെല്ലാം ചേർത്തേക്കണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്ക് ഇഡലി തട്ടിലേക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ഇഡലിയാണ്. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടു, എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇനി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് മക്കളുടെ പറച്ചിൽ. ഇത് ഈസി ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇഡലി കുട്ടകത്തിനകത്തിലേക്ക് നമുക്കിത് പെറുക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. ഇതെല്ലാം വെച്ച് ഞാൻ അടച്ചു വെച്ചു. അപ്പോൾ ഇതൊന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു ചട്നിയും കൂടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഏകദേശം നമുക്ക് സ്വാദിനാവശ്യമായിട്ടുള്ള ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത്. ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം വീണ്ടും അതിനകത്തിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒറ്റ പച്ചമുളകേ ഇട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും അത് അരച്ചെടുത്തു. നല്ല മഷി പോലെ അരച്ച് എടുക്കണം. ഇനി ഇതിനൊന്ന് കടുവറക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കടുക് ഇട്ട് മൂപ്പിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിക്കുന്നത്. എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് ഈ ചമ്മന്തി അരച്ച് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ മിക്സി കഴുകി അല്പം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വെക്കുന്നത് ഇഷ്ടമല്ല ഇവിടെ, ഇച്ചിരി കട്ടി ചമ്മന്തി തന്നെ വേണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടെ ഞാൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇഡലിയും റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇനി അതൊന്ന് തണുത്ത് കഴിഞ്ഞ ഉടനെ നമുക്കത് ഇളക്കിയെടുക്കാം. 3 തട്ടിൽ ഇഡലിയുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞു. എളുപ്പം ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. നല്ല അടിപൊളി ഇഡലിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.